പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ കൊച്ചി കലൂരിലെ വാടക വീട്ടിൽ മോഷണം. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ എടുക്കാൻ മോൺസന് കോടതി അനുമതി നൽകിയിരുന്നു. ഇതനുസരിച്ച് പരോളുള്ള പ്രതി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണവിവരം അറിഞ്ഞത്. 20 കോടിയോളം രൂപ വിലമതിക്കുന്ന സാധനങ്ങൾ മോഷണം പോയെന്നാണ് മോൺസന്റെ പരാതി. വീട്ടിലുള്ള സാധനങ്ങൾ തിട്ടപ്പെടുത്താൻ ഒരു ദിവസത്തെ പരോളിലിറങ്ങിയ മോൺസനുമായി ഉദ്യോഗസ്ഥർ കലൂരിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിന്റെ ഒരു ഭാഗം പൊളിഞ്ഞ നിലയിലായിരുന്നു. ഇതിനുള്ളിലുണ്ടായിരുന്ന പുരാവസ്തുക്കളിൽ പലതും മോഷണം പോയെന്നാണ് മോൺസൺ നൽകിയ പരാതിയിൽ പറയുന്നത്. എറണാകുളം നോർത്ത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏതാണ്ട് 20 കോടിയോളം രൂപ വിലയുള്ള സാധനങ്ങൾ മോഷണം പോയെന്ന മോൺസന്റെ അഭിഭാഷകൻ MG ശ്രീജിത്ത് പറഞ്ഞു. ഈ പുരാവസ്തുക്കൾ അദ്ദേഹത്തിന്റെ അവകാശപ്പെട്ട പുരാവസ്തുക്കൾ വിട്ടുകിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോടതിയിൽ നിന്ന് ഉത്തരവ് പ്രകാരം വിട്ടുകിട്ടിയിട്ടുള്ളതനുസരിച്ച് നമ്മൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മോൺസൺ മാവുങ്കലിൽ നിന്ന് വന്ന് അത് തിട്ടപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. കാര്യം അവകാശവാദങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളത് തിട്ടപ്പെടുത്തണം. എന്തൊക്കെ ഇതിനു മുമ്പ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് പുരാവസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ക്രൈം നമ്പർ എത്രയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ചോദിച്ചപ്പോൾ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ഈ വീട്ടിൽ കയറി ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നതിന് ഉത്തരവുള്ളത് വന്ന് അദ്ദേഹം ബോധ്യപ്പെട്ട് തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രമല്ല നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് എടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വന്നത്. ഇന്ന് വന്നപ്പോഴാണ് അറിയുന്നത് അപ്പുറത്ത് വാതിൽ പൊളിച്ച് അകത്ത് കയറിയിരിക്കുകയാണ്. CCTV ഉള്ളത് പൊളിച്ചുമാറ്റിയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. 2 ആഴ്ച മുൻപ് കോടതിയിൽ നിന്നും കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെത്തി പരിശോധിച്ച സമയത്ത് വീടിന് കേടുപാടുകൾ ഉണ്ടായിരുന്നില്ല. ഏതൊക്കെ പുരാവസ്തുക്കൾ മോഷണം പോയി എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് മോൺസന്റെ വീടും സാധനങ്ങളും. 2ാം തവണയാണ് വീട്ടിൽ മോഷണം നടക്കുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായി അന്വേഷണം തുടങ്ങി.